ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 4S Gen 2 ചിപ്സെറ്റിനെ പറ്റിയാണ്. 10,000 രൂപ താഴെ വില വരുന്ന സ്മാർട്ട് ഫോൺസിലായിരിക്കും ഈ ചിപ്സെറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. നിലവിൽ ഈ ചിപ്സെറ്റ് റിലീസായിട്ടില്ല. ഷവോമി, റെഡ്മി സ്മാർട്ട് ഫോൺസിലായിരിക്കും ഈ ചിപ്സെറ്റ് ആദ്യമായി വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. 64-ബിറ്റ് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച പ്രോസസ്സറാണത്. 8 കോഡ്സ് ആണ് ഇതിനുള്ളത്. 2 പെർഫോമൻസ് കോഡ്സും 6 എഫിഷ്യൻസി കോഡ്സുമാണ്. അതിൽ 2 പെർഫോമൻസ് കോഡ്സ് ക്ലോക്ക് സ്പീഡ് ചെയ്തിരിക്കുന്നത് 2.0 GHz-ലും 6 എഫിഷ്യൻസി കോഡ്സ് ക്ലോക്ക് സ്പീഡ് ചെയ്തിരിക്കുന്നത് 1.8 GHz-ലുമാണ്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ നിർമ്മിച്ച പ്രോസസ്സറാണത്. അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസംഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കണം പ്രോസസ്സർ. ഇനി സ്റ്റോറേജ് ആൻഡ് റാം ടൈപ്പ് വരുന്നത് LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ്. ഇനി അടുത്തതായി ഇമേജ് സിഗ്നൽ പ്രോസസ്സർ എന്ന് പറയുന്നത് 12-ബിറ്റ് സ്പെക്ട്ര ഇമേജ് സിഗ്നൽ പ്രോസസ്സറാണ്. 84 മെഗാപിക്സൽ വരെയുള്ള ക്യാമറകൾ സപ്പോർട്ട് ചെയ്യുന്ന ISP ആണ് ഇതിലുള്ളത്. EIS സപ്പോർട്ട് ഉണ്ടാകും. OS സപ്പോർട്ടോ കിട്ടുമോ എന്നറിയില്ല. മൾട്ടി ഫ്രെയിം നോയ്സ് റിഡക്ഷൻ, ഓഡിയോ നോയ്സ് റിഡക്ഷൻ, ഇതെല്ലാം മറ്റ് ഫീച്ചേഴ്സാണ്. ഇനി ഡിസ്പ്ലേ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഫുൾ HD+ ഡിസ്പ്ലേ വിത്ത് 90 Hz ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ. വീഡിയോ പ്ലേബാക്ക് 1080p 60 FPS വരെയാണ്. USB Type-C ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 3.2 Gen ക്വിക്ക് ചാർജ് 4th Gen ടെക്നോളജി ഉള്ള ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. പിന്നെ Bluetooth 5.1ഉം Wi-Fi 5ഉം ആണ് മറ്റ് ഫീച്ചേഴ്സുകൾ. അപ്പോൾ കൺക്ലൂഷനിലേക്ക് വന്നാൽ ഇതൊരു ഗെയിമിംഗ് പ്രോസസ്സർ അല്ല, വളരെ മിഡ് റേഞ്ചിൽ പെർഫോം ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. ഡെയിലി ടാസ്കുകൾ മാത്രം ഹാൻഡിൽ ചെയ്യാനുള്ള പവറേ ഇതിനുള്ളൂ. റിയൽമി, റെഡ്മി, മോട്ടറോള, സാംസങ് പോലുള്ള സ്മാർട്ട് ഫോൺ കമ്പനികൾ 15,000 രൂപ അതിന് മുകളിലോ ഈ ചിപ്സെറ്റ് നൽകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സ്മാർട്ട് ഫോൺ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കൺസ്യൂമറെ സംബന്ധിച്ച് വളരെ നഷ്ടമായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് സ്നാപ്ഡ്രാഗൺ 4S Gen 2 ചിപ്സെറ്റിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു സ്മാർട്ട് ഫോൺ ന്യൂസുമായി വീണ്ടും വരാം. ബൈ.